അൻസിബയുടെ ആരോപണം ശരിവെക്കുകയാണ് നീനാക്കുറുപ്പ്. അൻസിബയുടെ DNA ശരിയല്ല എന്ന് ടിനി പറഞ്ഞുവെന്ന് നീനാക്കുറുപ്പ്. പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് യവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. ജിഹാദി എന്ന് വിളിക്കുന്നത് കേട്ടു. ഈ സമിതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നും നീനാക്കുറുപ്പ് പറഞ്ഞു. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് എന്നെ, ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണം. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഈ വകയുള്ള അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട്, അൻസിബയോട്, ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ. ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. രാഗനുണ്ട് വിവരങ്ങൾ നൽകാനായി. രാഗൻ, എന്തൊക്കെയാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ വരുന്നു, പല ഗ്രൂപ്പുകൾ. ഒരാളെ DNA ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ തലമുറകളെ വരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതായത് നീനാക്കുറുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതായത് ഇത്തരത്തിൽ ടിനി ടോം സംസാരിച്ചിട്ടുണ്ട് എന്ന് നീനാക്കുറുപ്പ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അൻസിബയുടെ DNA ശരിയല്ല എന്ന് ടിനി ടോം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നീനാക്കുറുപ്പ് പറയുന്നത്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. മാത്രമല്ല ലക്ഷ്മിപ്രിയക്കെതിരെയും ആരോപണമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുക്കു പരമേശ്വരനെതിരെയും ടിനി ടോം കയർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നീനാക്കുറുപ്പ് പറയുന്നത്. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.